ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സഞ്ജന വേബി. സയാംസർ വെൽനസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സ്ലീപ്പ് അഥവാ ഉറക്കത്തിനെ കുറിച്ച് പറയാം. സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അത്യന്താപേക്ഷിതമായ ഒന്നാണ്, വെരി എസെൻഷ്യൽ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബ്രെയിനിന്റെ ഫങ്ഷൻസ് എന്ന്. ഉറക്കത്തിന്റെ കാര്യത്തിലെ ഉറക്കത്തിലാണ് നമ്മുടെ ബ്രെയിനിന്റെ റിപ്പയറിംഗ് മെക്കാനിസം നടക്കുന്നത്. റിപ്പയർ നമ്മുടെ ശരീരത്തിൽ മൊത്തം, ബ്രെയിനിൽ മാത്രമല്ല മസിൽസിലും ബോൺസിലും ഒക്കെ റിപ്പയർ നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. അവയെല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരു പുനരുജ്ജീവനം തന്നെയാണ് സംഭവിക്കുന്നത് ഉറക്കത്തിലാവുമ്പോൾ. അപ്പൊ അത് ഇന്ന് നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് വളരെയധികം ഫെറ്റീഗ് വരും, വളരെയധികം ക്ഷീണം വരും. നമ്മുടെ കോശങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടും, ന്യൂറോൺസിന് ക്ഷീണം അനുഭവപ്പെടും. എല്ലാ കോശങ്ങളിലും മെറ്റബോളൈറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യും. അതായത് നമ്മളുടെ ഉപാപചയ പ്രക്രിയകളുടെ ഭാഗമായിട്ട് വരുന്ന ഉപ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ വിഷാംശങ്ങളും അടിഞ്ഞുകൂടും. അവയെല്ലാം ക്ലിയർ ചെയ്യപ്പെടണം. ശരീരത്തിൽ ബോഡിയിൽ പല ഭാഗത്തു നിന്നും അത് ക്ലിയർ ചെയ്യപ്പെടുന്നുണ്ട്. ഡേ ടൈമിൽ തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ബ്രെയിനിന്റെ കാര്യത്തിൽ അത് നൈറ്റിലാണ് ക്ലിയർ ചെയ്യപ്പെടുന്നത്. ബ്രെയിൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുമ്പം. അപ്പോൾ ഉറക്കം വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പോൾ ഉറങ്ങുമ്പോൾ എന്താണ് ക്ലിയർ ചെയ്യപ്പെടുന്നത് നോക്കാം. ഏറ്റവും ആദ്യം മെറ്റബോളിക് വേസ്റ്റ് ക്ലിയർ ചെയ്യപ്പെടുന്നത് ഗ്ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയാണ്. നമ്മുടെ ബ്രെയിനിലെ ഗ്ലയൽ സെൽസിന് അങ്ങനെ ഒരു കഴിവുണ്ട്. നമ്മുടെ CSFും നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന ദ്രാവകമുണ്ടല്ലോ, അപ്പൊ അവിടെ ഒരു ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് ഗ്ലയൽ സെൽസിന്റെ. അപ്പോൾ ആ ഒരു ഫ്ലൂയിഡ് എക്സ്ചേഞ്ചിലൂടെ നമ്മളുടെ മെറ്റബോളിക് വേസ്റ്റ് എല്ലാം ബ്രെയിനിൽ നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെടും, പുറന്തള്ളപ്പെടുന്നു എന്നാണ് ശാസ്ത്രം ഏറ്റവും റീസെൻ്റായി കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾക്ക് പല പ്രോട്ടീനും അവിടെ അടിഞ്ഞുകൂടും. നല്ല പ്രോട്ടീൻ ആയിരിക്കില്ല അത്. അമൈലോഡ് പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ, അല്ലെങ്കിൽ ബീറ്റ അമൈലോഡ് പ്രോട്ടീൻ, അൾഷൈമേഴ്സിൽ ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്ത് വരുന്ന ഒരു പേരാണത്, ബീറ്റ അമൈലോഡ് പ്രോട്ടീൻ. അപ്പൊ അതൊക്കെ അക്യുമുലേറ്റ് ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ മറവി രോഗങ്ങൾ വരാം, അൾഷൈമേഴ്സ് പോലത്തെ രോഗങ്ങൾ വരാം. കാരണം ഇതെല്ലാം അവിടെ അടിഞ്ഞു കൂടുമ്പം ന്യൂറോൺസിന് സംഭവിക്കുന്നത് ഒരു ഇൻഫ്ലമേഷൻ ആണ്. അപ്പൊ അത് ക്രമേണ ഇതിലേക്ക് നയിക്കും. അപ്പൊ നമ്മൾ ഉറങ്ങേണ്ടതിന്റെ ഒരു പ്രധാന ആവശ്യകതയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ബ്രെയിനിലെ ന്യൂറോൺസിന് പല ബ്രേക്കേജും സംഭവിക്കും. നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ടോക്സിൻസ് അവിടെ എത്തുന്നുണ്ട്, സ്ട്രെസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കാരണം ബ്രെയിനിലെ ന്യൂറോൺസിന് ഒരുപാട് ഡാമേജസ് സംഭവിക്കാം. ഇപ്പോൾ DNA സ്ട്രക്ചറിൽ ഡാമേജ് സംഭവിക്കും. കോശത്തിന്റെ ഉള്ളിലെ ഒരു ഘടകമാണല്ലോ DNA. നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ, കോശങ്ങളുടെ ഏറ്റവും സെന്ററിലുള്ള ന്യൂക്ലിയസിലാണ് DNAയും ക്രോമസോമും ഒക്കെ ഉള്ളത്. അപ്പോൾ അതിന് ന്യൂറോൺസിലും അതെല്ലാം ഉണ്ട്. അപ്പോൾ ന്യൂറോൺസിന്റെ DNA സ്ട്രക്ചറിൽ വ്യത്യാസം വരും. അപ്പോൾ അതെല്ലാം റിപ്പയർ ചെയ്യപ്പെടുന്നത് ഉറക്കത്തിലാണ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീജനറേറ്റീവ് പ്രോസസ് എന്ന് പറയാം, അത് നടക്കുന്നത് ഉറക്കത്തിലാണ്. പിന്നെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മെന്റൽ സ്ട്രെസ് മാത്രമല്ല, നമ്മൾ പഠിക്കാനെടുക്കുന്ന ആ ഒരു എഫേർട്ട് ഓവറായിട്ട് നമ്മൾ ബ്രെയിനിനെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ ഒരു ക്രൗഡിങ് ആണ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ ഇറ, നമ്മളുടെ ഈ ഡിജിറ്റൽ ഇറയിൽ നമുക്ക് ഇൻഫർമേഷൻ ഫ്ലഡാണ്. വേണ്ടതും വേണ്ടാത്തതുമായ ഇൻഫർമേഷൻസ് നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്നു. നമ്മൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പം ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓവർ ക്രൗഡിങ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ബ്രെയിനിൻ്റെ ഒരു റെസ്റ്റ് വേണം. ഈ റെസ്റ്റ് റിപ്പയറിംഗ് മെക്കാനിസം നടക്കുന്നത് ഉറക്കത്തിലാണ്. മൂന്നാമത്തെ കാര്യം, ഇത്തരം കാര്യങ്ങൾ ബ്രെയിനിൽ നമ്മുടെ ഉറക്കത്തിന്റെ സമയത്ത് നടക്കുന്നു. കൂടാതെ നമ്മുടെ മസിൽസിലും ബോൺസിലും ഇതുപോലെ റിജുവിനേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഉറക്കത്തിന്റെ സമയത്ത് തന്നെയാണ്. പിന്നെ പ്രധാനമായും നമ്മുടെ മറ്റു കോശങ്ങളിൽ ഗ്ലൂക്കോസ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പുറന്തള്ളപ്പെടുന്നുണ്ട്, ബ്ലഡിലേക്ക് എടുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ സെൽസിനെല്ലാം ഫെറ്റീഗ് അഥവാ ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അതിന്ന് ഗ്ലൂക്കോസ് സ്റ്റോഴ്സ് വരും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു മെറ്റബോളിക് പ്രോസസ്സ് പകൽ സമയങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് സെൽസിന് ഒരു റെപ്ലനിഷിങ് എന്ന് വെച്ചാൽ ഈ ഗ്ലൂക്കോസ് എംറ്റി ആയ സ്ഥലങ്ങളിൽ ഗ്ലൂക്കോസ് സ്റ്റോർ സെൽസിൽ അക്യൂമുലേറ്റ് ചെയ്യുന്നു, ബ്ലഡിലേക്ക് പോകുന്ന ആ പ്രോസസ്സിന് ഒരു പുനരുജ്ജീവനം നടക്കുന്നത് രാത്രിയിലാണ്, നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ഗ്ലൂക്കോസ് മെറ്റബോളിസം അതിൻ്റെ ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ നമ്മൾ ഉറങ്ങണം. അത് ആർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്? പ്രമേഹ രോഗികളിൽ ഈ പറഞ്ഞ വസ്തുത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഈ മെറ്റബോളിക് പ്രോസസ്സ് ഡിസ്റപ്റ്റഡ് ആവും, ഈ മെറ്റബോളിസം ശരിക്കും നടക്കില്ല.
നടക്കില്ല, പ്രത്യേകിച്ചും മെറ്റബോളിക് സിൻഡ്രോം ഒക്കെ ഉള്ള ആളുകളിൽ. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു സ്റ്റേജിലായിരിക്കും അവർ അന്നേരം നിൽക്കുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി സ്ലീപ്ലെസ് ആവുന്ന സമയത്ത്, തീരെ ഉറങ്ങാതെ ജോലിയോ എന്തെങ്കിലും കാരണം കൊണ്ട്, ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ ഭയങ്കര ബിഞ്ച് വാച്ചിങ് ആയിരിക്കും, എന്തെങ്കിലും പ്രോഗ്രാംസോ അങ്ങനെയൊക്കെ നമ്മൾ സ്ക്രീൻ ടൈം കൂടുമ്പോഴൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്. അപ്പം അത് ക്രമേണ ഡയബറ്റീസിലേക്ക് എത്തിക്കും. ഉറക്കത്തിന്റെ പ്രാധാന്യം വളരെയധികം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടും, അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ നമ്മളുടെ സ്പീച്ച് അഫക്റ്റഡ് ആവും, നമ്മൾക്ക് കാര്യകാരണ സഹിതം ഒന്നും നമുക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു കോർഡിനേഷൻ കിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് വളരെ കോമൺ ആകും നമ്മളെ ഇങ്ങനെയൊരു ലൈഫ് സ്റ്റൈലാണ് പിന്തുടരുന്നതെങ്കിൽ. പലപ്പോഴും പണ്ടൊക്കെ ഒരു രോഗിയെ നോക്കിയിട്ടോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ടോ ഒക്കെ ആയിരിക്കും പലർക്കും ഉറക്കം പ്രശ്നത്തിലാവുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വളരെയധികം ആൾക്കാർ മൊബൈൽ നോക്കിയിട്ടും അങ്ങനെ ആവശ്യമില്ലാതെ ഉറക്കമൊഴിയുന്നുണ്ട്, കൃത്യമായ സമയത്ത് ഉറങ്ങാതെ. അപ്പോൾ അവർ ഇത്തരം ഡിസീസസിനോട് പ്രോൺ ആണ്, അവർക്ക് അതിന് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കുക. തടയേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുക. ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഡാമേജ് കൂടാതെ തന്നെ നമുക്ക് ശരീരത്തിലും അത് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് ഉറക്കം ഇല്ലെങ്കിൽ. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് 6 മുതൽ 7 മണിക്കൂറോ 8 മണിക്കൂറാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് നമ്മൾ ഉറങ്ങുക. ഉറക്കം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സസൈസ് ചെയ്താലും അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിച്ചാലും ശരിക്കും ഉറങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഗുണമൊന്നും നമുക്ക് കിട്ടില്ല. കാരണം എല്ലാത്തിൻ്റെയും കോർഡിനേഷൻ നടക്കുന്നത് ബ്രെയിനിലാണ്. ബ്രെയിനിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രശ്നത്തിലാകും, അത് മനസ്സിലാക്കുക. പിന്നെ ഉറക്കത്തിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഉറക്കത്തിന് മെയിൻലി 2 സ്റ്റേജാണുള്ളത്. NREM സ്ലീപ്പും REM സ്ലീപ്പ്. നമ്മുടെ ഐ മൂവ്മെന്റിന്റെ ഇത് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. NREM സ്ലീപ്പ്, നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ്, മറ്റേത് റാപ്പിഡ് ഐ മൂവ്മെന്റ്. അങ്ങനെ 2 സ്റ്റേജസ് ഉണ്ട്, മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഈ ഒരു ആദ്യത്തെ സ്റ്റേജ് NREM സ്റ്റേജാണ്, ഫസ്റ്റ് സ്റ്റേജ്. ആ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ വീണ്ടും സ്റ്റേജസ് ആക്കി തിരിച്ചിട്ടുണ്ട്, N1, N2, N3 ഒക്കെ. അതിൽ ഡീപ്പ് സ്ലീപ്പ് നടക്കുന്നത് N3 സ്റ്റേജിൽ. ആദ്യത്തേത് നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുന്നൊരു സ്റ്റേജ്. രണ്ടാമത് ഉറക്കത്തിൽ നമ്മളുടെ ശ്വാസം എല്ലാം കുറച്ചും കൂടെ താഴുമല്ലോ, മസിൽസ് എല്ലാം റിലാക്സ് ആവുന്ന, നമ്മൾ ഉറക്കത്തിന്റെ ആ ഒരു പക്കിൽ നിൽക്കുന്ന അവസ്ഥ. മൂന്നാമത്തതാണ് ഡീപ്പ് സ്ലീപ്പ്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓവറായിട്ട് സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ മൊബൈൽ വാച്ചിങ്, കമ്പ്യൂട്ടർ വാച്ചിങ് ഒക്കെ ഈവനിങ് ടൈമിൽ ബ്രൈറ്റ് ലൈറ്റിനോട് എക്സ്പോഷർ ഒക്കെ വരുന്ന സമയത്ത് നമുക്കിത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈവനിങ് ഈ ഒരു സ്ക്രീൻ ടൈം കുറയ്ക്കുക. പകൽ നിങ്ങൾ കണ്ടോളൂ, പക്ഷെ രാത്രിയാവുമ്പം ഇത് ചെയ്യുന്നത് ഉറക്കത്തെ ബാധിക്കും. എപ്പോഴും നമ്മളുടെ ബ്രെയിനിലെ ഹോർമോൺസ് എല്ലാം അങ്ങനെ ഒരു തരത്തിലാണ് സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഉറക്കം പ്രശ്നത്തിലാവും. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളുടെ ബ്രെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഞാൻ മുമ്പും പല വീഡിയോസും എൻ്റെ മറ്റൊരു ചാനലായ ഇന്ത്യ ഹെറിറ്റേജിൽ ചെയ്തിട്ടുണ്ട് മെഡി പ്രിസിഷന് വേണ്ടിയിട്ട്. അതിൽ കൂടുതലും സെറോട്ടോണിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഈ സെറോട്ടോണിനും ഡോപ്പമൈനൊക്കെ. അപ്പോൾ ഉറക്കത്തിലാണ് ഇവയെല്ലാം ഒന്ന് റെസ്റ്റ് എടുക്കുന്നത്. അതായത് ഈ സിഗ്നൽസ്, ഇവരുടെ സിഗ്നൽസ് ടേൺ ഓഫ് ആയി വീണ്ടും അവ പഴയ സ്ഥിതിയിൽ ഒരു റെജുവിനേഷൻ നടക്കുന്നത് ഉറക്കത്തിലാണ്. ഓക്കെ, ഉറക്കത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ റെസ്റ്റിംഗ്, അവയുടെ റീജനറേഷൻ, അത് വളരെ ക്രൂഷ്യലാണ് നമ്മുടെ മൂഡ് നിർണ്ണയിക്കുന്നതിൽ. നമ്മുടെ ശരീരത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇൻക്ലൂഡിങ് നമ്മുടെ മൂവ്മെന്റ്സിനെ നിയന്ത്രിക്കുന്നതും ഈ ഒരു ഡോപ്പമൈനും സെറട്ടോണിനും ഒക്കെ തന്നെയാണ്. അവർക്ക് മോട്ടോർ ആക്ടിവിറ്റിയും ഉണ്ട്. വെറും നമ്മുടെ മെന്റൽ ഹെൽത്ത് മാത്രമല്ല, നമ്മളുടെ മൂഡ് അഥവാ നമ്മളുടെ ഒരു ഹാപ്പിനെസ് മാത്രമല്ല ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ശരിക്കും ഉറങ്ങില്ല, നമുക്ക് സന്തോഷമില്ലായ്മ മാത്രമല്ല, നമ്മൾക്ക് മസിൽസ് വീക്കായ പോലെ തോന്നും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. സത്യത്തിൽ നമ്മളുടെ ഉറക്കം ബ്രെയിനിനെ മാത്രമല്ല മൊത്തം ബോഡിയെയും ബാധിക്കും. അപ്പം അത് നമുക്ക് മസിൽ വീക്ക്നെസ് ഉണ്ടാക്കും, ബോൺ ഹെൽത്ത് ഡിറ്റീറിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾക്ക് കോഗ്നിറ്റീവ് ഡിക്ലൈൻ ഉണ്ടാക്കും, നമ്മുടെ ഓർമ്മശക്തിയൊക്കെ പ്രശ്നത്തിലാവും, ഡിസിഷൻ മേക്കിംഗ് ശരിയാവില്ല, നമുക്കൊരു തീരുമാനം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് അനലൈസ് ചെയ്ത് വേണ്ടേ നമ്മൾ തീരുമാനം എടുക്കാൻ. ആ ഒരു ഏകോപനം ബ്രെയിനിൽ ഇല്ലാത്ത അവസ്ഥ വരും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മെമ്മറി, ലേണിംഗ് പ്രോസസ്സ്, ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അത് ശരിക്കും നടക്കണമെങ്കിൽ നല്ല ഉറക്കം വേണം. നമ്മൾ
ഒഴിച്ചിരുന്ന് കുറേ പഠിക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങി പഠിക്കുന്നതിൽ മാത്രമേ കാര്യമുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ഫിനോമിനൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ന്യൂറോണൽ സിനാപ്റ്റിക് കണക്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ പഠിച്ചത് മെമ്മറി അവിടെ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുള്ളൂ. അതായത് മെമ്മറി അവിടെ സ്റ്റോർ ആവുള്ളൂ. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഏകോപിപ്പിക്കപ്പെടണം. അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിനിൽ പുതിയ കണക്ഷൻസ് ഉണ്ടായി വരണം. അപ്പോൾ ഈ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിനൻ നടക്കുന്നത് ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ അത് ശരിയായിട്ട് നടക്കുകയുള്ളൂ. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ പുതിയ ന്യൂറോണൽ കണക്ഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവാണ്. അപ്പം അത് നമ്മളുടെ ബ്രെയിൻ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അത് ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബ്രെയിൻ എക്സസൈസ് അങ്ങോട്ടും ചെയ്യാം. മനസ്സിലായാലും അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുക, പസിൽസ് ഒക്കെ ക്ലിയർ ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്താൽ മതി. സ്റ്റിമുലേറ്റ് ചെയ്താൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എൻഹാൻസ്ഡ് ആവും, ബെറ്റർ ആകും. അപ്പോൾ എന്നാൽ പോലും ഇതൊക്കെ ബ്രെയിനിനെ കൊടുക്കുന്ന എക്സസൈസാണ്. അത് ശരിക്കും നടക്കണമെങ്കിൽ ഉറക്കം വളരെ അത്യാവശ്യമാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഉറക്കത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം. പ്രത്യേകിച്ച് ബ്രെയിനിന്റെ മുകളിലാണ് നമ്മുടെ ഉറക്കം കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാവരും ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. ഉറക്കം സൗണ്ട് സ്ലീപ്പ് ആക്കുവാൻ ശ്രമിക്കുക. അതായത് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹെവി അല്ലാത്ത എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം, പക്ഷെ ന്യൂട്രീഷ്യസ് ആയ ഭക്ഷണം കഴിക്കാം. നമ്മൾ ഉറങ്ങുന്നതിന് കുറച്ച് മുമ്പ് മൊബൈൽ ഫോൺ ഒഴിവാക്കുക. എന്നിട്ട് മൊബൈൽ ഫോൺ മതി. നമ്മൾ TV വാച്ചിങ് ആകുമ്പോൾ നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് ആണ് കണ്ണിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഓവർ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കരുത്. അത് നമ്മളെ ഉറക്കത്തെ ബാധിക്കും. പിന്നെ റീഡിങ് ആണെങ്കിലും ഒരു 2 മണിക്കൂർ മുമ്പേ ആയിരിക്കും ബെറ്റർ. കാരണം നമ്മൾ എന്ത് വായിക്കുന്നു എന്നുള്ളതും നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുന്നത് കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അത് നമ്മളുടെ ഉറക്കത്തെ ബാധിക്കും, നമ്മുടെ ചിന്തയെ ബാധിക്കും, നമ്മുടെ ഹോർമോണൽ സിസ്റ്റത്തിനെ ബാധിക്കും. നമ്മളിപ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലറോ അല്ലെങ്കിൽ ഒരു ഹൊറർ ബുക്കൊക്കെയാണ് വായിക്കുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മൂവിയാണ് കാണുന്നത്. നമുക്ക് എന്തായാലും അത് നമ്മുടെ ഹോർമോൺസിനെ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവും. അതുപോലെ തന്നെ കോർട്ടിസോൾ എലിവേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഉറക്കത്തെ അഡ്വേഴ്സായി ബാധിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നിർത്തിയിട്ട് നമ്മളൊരു മെഡിറ്റേറ്റീവ് മൂഡിലേക്ക് പോകുന്നതാണ്. നമ്മൾ ആവശ്യത്തിന് പ്രാണായാമ പോലത്തെ എക്സസൈസ് ചെറുതായിട്ട് ചെയ്യാം. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടൊരു പ്രാണായാമം ഉണ്ട്, ഭ്രമരി പ്രാണായാമ. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് ബോഡി എക്സസൈസസ് ആണത്. അപ്പോൾ അത് ഉറക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യുന്ന ഭ്രമരി പ്രാണായാമം. അപ്പോൾ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തുകയാണെങ്കിൽ അത് ബ്രെയിനിൻ്റെ ഹെൽത്തിന് വളരെ നന്നായിരിക്കും. നേരെ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് അത് കയ്യിൽ നിന്ന് വീഴുന്നവരെ നമ്മൾ കാത്തിരിക്കരുത് ഉറങ്ങാൻ. അത്തരം ഉറക്കം ബ്രെയിനിന് ഡാമേജസേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ മുമ്പെങ്കിലും. കാരണം മറ്റു ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് അപ്പം നമ്മൾ കുറച്ചും കൂടെ ഒരു മെഡിറ്റേറ്റീവ് മൂഡിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ശാന്തമായ മനസ്സോടെ ഉറങ്ങാൻ പറ്റും. ഈ ഒരു കാര്യം മനസ്സിലാക്കി, ഉറക്കത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും ഇത് ജീവിതത്തിൽ അനുവർത്തിക്കുക. കീപ്പ് ഓൺ വാച്ചിങ് സാംസർ വെൽനസ്. സൈനിങ് ഓൺ എ പോസിറ്റീവ് നോട്ട്, ഡോക്ടർ സഞ്ജന ബേബി.